സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ റാസ് ലെവൽസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം. ഇന്ന് ഒത്തിരി ഹൈലൈറ്റ്സ് ഒന്നുമില്ല, ന്യൂസ് വളരെ കുറവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരു പ്രധാനപ്പെട്ട വാർത്ത, നാളെ നിഫ്റ്റിയുടെ റീച്ചിങ് നടക്കുകയാണ്. അതായത് നിഫ്റ്റി 50 എന്നുള്ള ഇൻഡെക്സിനകത്ത് ഉള്ള എന്താ പറയുക, ബാഡ് പെർഫോമിങ് സ്റ്റോക്കുകൾ എടുത്ത് മാറ്റിയിട്ട് നല്ല ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. സോ നാളെ വൈകുന്നേരമാണ് മോസ്റ്റ് പ്രോബബ്ലി ഇത് നടക്കുക. മറ്റന്നാൾ 28-ാം തീയതി മുതൽ ഇത് എഫക്റ്റീവായി തുടങ്ങും. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിഫ്റ്റി 50 ഉള്ള ഒരു സ്റ്റോക്കാണ് UPL. അത് പുറത്തേക്ക് പോവാണ്. ശ്രീറാം ഫിനാൻസ് അതിന് പകരമായിട്ട് തിരിച്ച് നിഫ്റ്റി 50 കയറുകയാണ്. അതോടുകൂടി ശ്രീറാം ഫിനാൻസിൽ ഏകദേശം 200 മില്യൺ റുപ്പീസിൻ്റെ 200 ദശലക്ഷം റുപ്പീസിൻ്റെ ഒരു എന്താ പറയുക, ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ HDFC ബാങ്ക്, ജിയോ ഫിനാൻഷ്യൽ, NTPC, അദാനി പവർ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾക്ക് നല്ലൊരു ഗുണമുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ നാളെ വൈകുന്നേരമാണ് ഇത് സംഭവിക്കുക, റീച്ചിങ് നടക്കുക. അതിനുശേഷം മറ്റന്നാൾ മുതലാണ് ഇത് മാർക്കറ്റിൽ എഫക്റ്റായി തുടങ്ങുക. സോ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ആരെങ്കിലും UPL ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ UPL ഇടിഞ്ഞുകുത്തി താഴെ പോവും. നിഫ്റ്റി 50 ഔട്ടാവുന്നതോട്, കാരണം ETF-ലൊക്കെ ഈ UPL ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ETF എന്നൊക്കെ അത് പുറത്തേക്ക് പോകും, അതിൽ നിന്നെടുത്ത് മാറ്റും. അപ്പോൾ ശ്രീറാം ഫിനാൻസ് ആയിരിക്കും അതിന് പകരം അവിടെ കയറി ഇടം പിടിക്കുക. സോ ഇത് രണ്ടും, ശ്രീറാം ഫിനാൻസും UPL ഹോൾഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പോസിറ്റീവായിട്ട് വരാൻ പോകുന്നുണ്ട്. അനലിസ്റ്റുകൾ പറയുന്നത് HDFC ബാങ്ക്, ശ്രീറാം ഫിനാൻസ്, ജിയോ ഫിനാൻഷ്യൽ, NTPC, അദാനി പവർ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, ഇത്രയും സ്റ്റോക്കുകളാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. സോ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. US മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ്. കാരണം ഫ്ലാറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഡോ ജോൺസ് 162 പോയിന്റ് റെഡിലാണ് ക്ലോസ് ചെയ്തത്. S&P 500 15 പോയിന്റ് റെഡിലാണ്. നെസ്ഡാക്ക് 44 പോയിന്റ് റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതായത് ബെയറിഷ് മാർക്കറ്റാണ് ഇന്നലെ. US ക്ലോസിങ് ബെയറിഷ് ആയിട്ടായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് ഇന്ന് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് പോകുന്നത്. മറ്റൊന്നും അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. ബുള്ളിഷ് മാർക്കറ്റാണ് യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ കറൻ്റ്ലി പോയിക്കൊണ്ടിരുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 35 പോയിന്റ് ഗ്രീനിലാണ്. 22,125 ട്രേഡിംഗ് നടക്കുന്നത്. നിക്കി 16 പോയിന്റ് റെഡിലാണ്. ഹാങ്സങ് 144 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഏഷ്യൻ മാർക്കറ്റിൽ. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആണ്. US മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആണ്. ഇന്നത്തെ ഓപ്പണിംഗ് വന്നാൽ ബാക്കി അറിയാം. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 148 പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 125 പോയിന്റിൻ്റെ, അഥവാ 0.57% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടി. ഇന്ന് ഓപ്പണായി 21,948 നിന്ന് 56 പോയിന്റ് ലാഭത്തിൽ 22.05 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിഫ്റ്റി 50 50 സ്റ്റോക്കുകളിൽ 31 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 19 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ബജാജ് ഫിനാൻസ്, ഇൻഡാൽക്കോ, അദാനി പോർട്സ്, ബ്രിട്ടാനിയ, ഇത്രയും സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ പ്രധാനമായിട്ട് മുകളിലോട്ട് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതേസമയത്ത് ഭാരതി എയർടെൽ, പവർ ഗ്രിഡ്, ഏഷ്യർ മോട്ടോഴ്സ്, വിപ്രോ, ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ താഴോട്ടും വലിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ കഴിഞ്ഞ 5 ദിവസത്തെ 5 ട്രേഡിംഗ് ഡേയ്സിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 15 പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതേസമയത്ത് മാർച്ച് മാസത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 44 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിയിൽ ഇതുവരെയും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് 4.91% ഇന്ന് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലോസിംഗ് 12.82. നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ ഇന്ന് ക്രോസ് ചെയ്തിട്ടില്ല. ഇനി ഇന്നത്തത് അപ്പോൾ വിർജിൻ CPR എന്ന് പറയും. നാളെ നാരോ CPR ആണ് വരുന്നതെങ്കിൽ, നാളെ നാരോ CPR ആണ് വരുന്നത്. സോ ഒരു നല്ല മൊമെൻ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. സോ അതും കൂടി നമുക്ക് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 46,553 ഓപ്പണായിട്ട് 47 പോയിന്റ് ലാഭത്തോടു കൂടി 46,600 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫിൻ നിഫ്റ്റി 20,630 ഓപ്പണായിട്ട് 76 പോയിന്റ് ലാഭത്തോടു കൂടി 20,706 ക്ലോസ് ചെയ്തിട്ടുണ്ട്. സെൻസെക്സ് 72,397 ഓപ്പണായിട്ട് 73 പോയിന്റ് ലാഭത്തിൽ 72,470 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ് 10,364 ഓപ്പണായിട്ട് 135 പോയിന്റ് ലാഭത്തിൽ 10,499 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $82.28 ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇന്ന് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ $2,195 ഇന്നത്തെ റേറ്റ്. 2,165 കഴിഞ്ഞ ക്ലോസിംഗ് ഡേയിൽ.
ദെൻ അത് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. USD INR റേറ്റ് മിനിഞ്ഞാന്ന് അത് 83.42 ഉണ്ടായിരുന്നത് വീണ്ടും ചെറിയ രീതിയിലും നില മെച്ചപ്പെടുത്തി 83.29 ഇന്നത്തെ ഒരു $ന്റെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല, സോ നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്ത് പോകാം. സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി, റിയാലിറ്റി, മെറ്റൽ, PSU ബാങ്ക് ഇത്രയും സെക്ടറുകളാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ്. ETF നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ് ഇന്ന് 0.57% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള സെക്ടറുകളെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ വോൾട്ടാസ് ഇന്ന് 3.32% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഭാരതി എയർടെല്ലിൽ 1.97% ഹയസ്റ്റ് ലോസും ഈ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. വോൾട്ടാസ്, ഓറോ ഫാർമ, മുത്തൂറ്റ് ഫിനാൻസ്, ജൂബിലന്റ് ഫുഡ്സ്, ആസ്ട്രൽ, ദെൻ ICICI പ്രൂലി, ബജാജ് ഫിനാൻസ്, ഇൻത് ഹോട്ടൽ, ഹിൻഡാൽകോ, ചോല ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, കുമിൻസ് ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ഭാരതി എയർടെൽ, പവർ ഗ്രിഡ്, ഏഷ്യർ മോട്ടോഴ്സ്, ട്രെൻഡ്, വിപ്രോ, ഡിവിസ് ലാബ്, IEX, HDFC ബാങ്ക്, ICICI, GI, വേദാന്ത ലിമിറ്റഡ്, ഡോക്ടർ റെഡ്ഡി, കൊടാക് ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി. ഇന്ന് NSEയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 707 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1523 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ PCR 1.14 ആയി വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ 1.24 എന്നത് ക്ലിയർലി ബുള്ളിഷാണ് മാർക്കറ്റ് സൂചിപ്പിക്കുന്നത്. 22,005 മാർക്കറ്റിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 90 പോയിന്റ് മുകളിലായിട്ട് 22,095 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ 22,500 1,27,00,000 കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 22,000 1,48,00,000 പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. പുട്ടാണ് ഒരു പരിധിവരെ കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR നോക്കുകയാണെങ്കിൽ 0.82 ആണ്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പം സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രലാണ് ഈ ഒരു വാല്യൂ സൂചിപ്പിക്കുന്നത്. 46,600 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 128 പോയിന്റ് മുകളിലായിട്ട് 46,728 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 47,000 43,00,000 കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 46,000 33,00,000 പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ സീകോസ്റ്റ് ഷിപ്പിങ്ങും ക്വാസർ ഇന്ത്യയും ഈ 2 കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത്. നാളത്തെ ഗ്ലോബൽ ഈവൻറ്റ്സ് ഒന്നും തന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി മിക്കവാറും 9:30 കഴിയുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് കിട്ടുക. ഇനി വരുന്ന പ്രീ മാർക്കറ്റ് സെഷൻ അല്ലെങ്കിൽ മോർണിംഗിലുള്ള ഒരു റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഞാനത് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെയും അത് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഡാറ്റ കളക്ട് ചെയ്യുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഓൾറൈറ്റ്, ഇപ്പോൾ പോസ്റ്റ് മാർക്കറ്റിലുള്ള ഡാറ്റ അല്ല അതിനകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് അതിനകത്തൊരു ഡിലേ വരുന്നത്. ഇനി ഞങ്ങളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഞങ്ങളുടെ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 2.12% ഒരു ലോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 16 ട്രേഡിൽ നിന്ന് 1:0.22 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോ ഉപയോഗിച്ചിട്ട് 16 ട്രേഡിൽ നിന്നും 12,693 രൂപയുടെ ലോസാണ് ഇന്നുണ്ടായത്. നിഫ്റ്റിയിൽ 4% ലോസാണ്, ബാങ്ക് നിഫ്റ്റിയിൽ 4.4% ലോസാണ്, ഫിൻ നിഫ്റ്റിയിൽ 2% ലോസാണ്, മിഡ് ക്യാപ്പിൽ ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്, സെൻസെക്സിൽ 1.6% ലോസാണ്, സ്റ്റോക്ക് ഓപ്ഷൻസിലും 1000 രൂപയുടെ അല്ലെങ്കിൽ 1% ലോസാണ്. ഈ മാസം ഇതുവരെ നോക്കുകയാണെങ്കിൽ 39.19% പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. നിഫ്റ്റി സേഫാണ്, 23% ഉണ്ട്, ബാങ്ക് നിഫ്റ്റി സേഫാണ്, 20% ഉണ്ട്, ഫിൻ നിഫ്റ്റി സേഫാണ്, 75% ഉണ്ട്, മിഡ് ക്യാപ്പ് മാത്രം കുറച്ച് താഴോട്ടാണ്, 6.2% ഉള്ളൂ, സെൻസെക്സിൽ 28% ഉണ്ട്, സ്റ്റോക്ക് ഓപ്ഷൻസിൽ 81% പ്രോഫിറ്റ് ഉണ്ട്. സോ സേഫാണ് ഈ മാസം, കുഴപ്പമൊന്നുമില്ല. ഇനി 1-2 ട്രേഡിംഗ് ഡേയ്സ് മാത്രമേ നമുക്ക് ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്പയറി ആണ്. സോ നമുക്ക് ഇന്ന് ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റി എന്താ പറയുക എൻഗൾഫിംഗ് ആയിട്ട് ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ് കാണിച്ചു തരുന്നത്. ഇതൊരു കൃത്യമായിട്ടും എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് തന്നെ പോകും എന്നാണ്. പക്ഷേ ഈ ഒരു ഹൈ ഏതാണത് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ വന്നിട്ട് 22,181. ഇതാ ഈ 22,181 കട്ട് ചെയ്യുന്നത് വരെയും നമുക്കിത് ബുള്ളിഷായി എന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ ഈ വന്നിരിക്കുന്ന ലോ 21,717 അത് കട്ട് ചെയ്യുന്നവരെ ബെയറിഷാണ് എന്നും പറയാൻ പറ്റില്ല. സൈഡ് വൈസ് മാർക്കറ്റ് അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷേ ഇവിടെ പ്രോബബിലിറ്റി കൂടുതലുള്ളത് ഒരു ബുള്ളിഷ് മാർക്കറ്റിന് ആണ്. സോ അത് ഒന്ന് പ്രത്യേകം ഓർക്കുക.
സെൻസെക്സിലും അതേ റിസൾട്ടാണ്. മിഡ് ക്യാപ്പിലാണ് ഞാൻ നോക്കാൻ വന്നത്. മിഡ് ക്യാപ്പിൽ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു റിക്കവറിയുടെ സിഗ്നൽസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ലെവല് കട്ട് ചെയ്യാതെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. 10,630 ലെവല് കട്ട് ചെയ്യാതെ നമുക്കിവിടെ ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. സോ അതിനായിട്ട് കാത്തിരിക്കാനും. ഫിനാൻസ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ 46, ഇവിടെ നിങ്ങൾക്ക് കാണാൻ 47,000 47,000 കട്ട് ചെയ്ത് മുകളിലോട്ട് വന്നാൽ മാത്രമേ മാർക്കറ്റ് ബുള്ളിഷായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ 46ൻ്റെ താഴെ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ബെയറിഷ് മാർക്കറ്റും കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെയും സൈഡ് വേസ് മാർക്കറ്റാണ് നമുക്ക് പറയാൻ സാധിക്കുക. ദെൻ ബാങ്ക് എക്സോ അതേ രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ സൈഡ് വൈസ് തന്നെയാണ്, മറ്റൊന്നും ഇതിനകത്ത് ഒത്തിരി പറയാനൊന്നുമില്ല. കണ്ടില്ലേ, ഈ ഒരു 2 റേഞ്ച് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് കട്ട് ചെയ്താൽ ബുള്ളിഷാണ്, ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെയറിഷുമാണ്. സോ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ പ്രത്യേകിച്ചൊരു സിഗ്നലും അത് നമുക്ക് തരുന്നില്ല. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. റാസ് ലെവൽസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തതിനേക്കാൾ കൂടുതൽ മൂവ്മെൻറ്റ് നാളെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നാളത്തെ ഡേ ഹൈ ഇന്നത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും. അതേപോലെ തന്നെ നാളത്തെ ഡേ ലോ ഇന്നത്തെ ഡേ ലോനേക്കാളും വളരെ താഴെ ആയിരിക്കും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. നോട്ട് റേറ്റ് സോണും CPR തമ്മിലുള്ള കോമ്പിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് പ്രൈസ് ആക്ഷൻ മുകളിലോട്ട് പോകും. അതായത് നോട്ട് റേറ്റ് സോണിൽ നിന്നും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ പിന്നെ ഇവിടെ ഹൈ ടച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വരും. അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് പോകും എന്നാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. സോ വൺസ് ഈ ഡേ ഹൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എങ്ങോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. സോ നാളെ എങ്ങനെയാണ് ഓപ്പൺ ആകുന്നത് അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുക. 47,000 എന്നുള്ള ഈ ഒരു ലെവലാണ് നാളെ ടച്ച് ചെയ്യേണ്ടത്. നമ്മുടെ റേഞ്ച് 46,906 ആണ്. നാളെ ഹൈ വരും എന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു റാസ് ലെവൽസിൻ്റെ R3 വന്നിട്ടുണ്ട്. സോ 940 വരെ മാർക്കറ്റ് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യതയാണ് നമ്മൾ ഇവിടെ കാണുന്നതെങ്കിൽ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതുവരെയും വന്നിട്ടുള്ള ഈ ഒരു ലെവൽ ഉണ്ടോ, ഇത് ഏത് ദിവസം വന്നാണത് 21-ാം തീയതി വന്നിട്ടുള്ള ആ ഒരു ഹൈ ഉണ്ട്, ഡേ ഹൈ എന്ന് പറയുന്നത് 46,991 അപ്പോൾ 47,000 എന്ന ഒരു വാല്യൂവിനെ ടച്ച് ചെയ്യുന്ന ഒരു മൊമെൻറ്റിൽ അവിടുന്ന് റിജക്ഷൻ ഉണ്ടായി വീണ്ടും നോട്ട് റേറ്റ് സോണിലേക്ക് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു ട്രാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫർദർ താഴോട്ടായിരിക്കും വരിക. ഇനി അതല്ല, ഇവിടുന്ന് ഫർദർ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ താഴോട്ടാണ് പോകുന്നതെങ്കിൽ 46,200 46,300 റേഞ്ച് വരെയും മാർക്കറ്റ് ഇറങ്ങിപ്പോൾ അവിടുന്ന് മോസ്റ്റ് പ്രോബ്ലി മുകളിലോട്ട് തിരിച്ചു കയറും. 46,300 നിന്നും മുകളിലോട്ട് തിരിച്ചു കയറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ 2 സാധ്യതകളാണുള്ളത്. ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നിട്ട് നോട്ട് റേറ്റ് സോണിങ് നിന്നും അല്ലെങ്കിൽ CPR കട്ട് ചെയ്തിട്ട് എങ്ങോട്ട് മാർക്കറ്റ് പോകുന്നു, CPR കട്ട് ചെയ്ത് താഴോട്ടാണോ, CPR കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നോട്ട് റേറ്റ് സോൺ കട്ട് ചെയ്ത് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളതിനനുസരിച്ചായിരിക്കും നാളത്തെ ട്രേഡ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുക. ഇവിടെ 46,300 അതേപോലെ 47,000 ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ മുകളിലോട്ടാണ് പോകുന്നത്. 47,000 ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ താഴോട്ടാണ് മാർക്കറ്റ് പോകുന്നത് 46,300 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുക. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട സോൺ എന്ന് പറഞ്ഞാൽ 46,660 മുതൽ 46,600 വരെയുള്ള ഈ ഒരു സോൺ 600-ൻ്റെയും 660-ൻ്റെയും ഇടയിലുള്ള ഈ സോൺ എൻട്രി എടുക്കാതെ അവിടുന്ന് മുകളിലോട്ടോ താഴോട്ടോ പോകുന്ന കാര്യം ഉറപ്പായതിനു ശേഷം എൻട്രി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ ക്യാൻഡിൽ പ്രൈസ് ആക്ഷൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടോ, ഇവിടെ ഒരു ലെവലിൽ വന്നിട്ട് നമ്മുടെ റാസ് ലെവലിൽ വന്നിട്ട് അത് റിജക്ഷൻ ആയിട്ടുണ്ട്. ഇത് നാളത്തെ ലെവലാണെങ്കിൽ കൂടി 46,750 ലെവലിലാണ് ഇത് റിജക്ഷൻ ആയിട്ടുള്ളത്. സോ ഇത് നിങ്ങൾ നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് ഇതിനെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. നാളത്തെ ട്രേഡിൽ ഈ ഒരു സോണിൽ റിജക്ഷൻ ഇതിൻ്റെ താഴെയാണ് ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഒന്നിലൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ റിജക്ഷൻ വന്ന് താഴോട്ട് തന്നെ വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഹിസ്റ്ററി കൂടി നമ്മൾ എടുത്തു നോക്കണതാ. ഇവിടെയൊക്കെ പല സമയത്തും ആ ഒരു ലെവലിൽ നിന്നും എക്സാക്ട്ലി 47,750 46,750 എന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇത് ഒരു തവണയൊന്നല്ല, ഒത്തിരി തവണ ആ രീതിയിലുള്ള റിജക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, തിരിച്ച് കയറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ 46,750 സോ ആ ഒരു ലെവലിനെ നിങ്ങൾ കെയർഫുള്ളായിട്ടൊന്ന് തന്നെ. അതിന് മുകളിലോട്ടാണെങ്കിൽ 47,000 ആണ് നമ്മുടെ ടാർഗറ്റ്. 46,750 കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ 47,000. അവിടെ നിന്ന് റിജക്ഷൻ വന്ന് താഴോട്ട് വരികയാണെങ്കിൽ നോട്ട് റേറ്റ് സോണിൽ നിന്നും താഴോട്ട് ഇറങ്ങുമ്പോൾ മാത്രം എൻട്രി പ്ലാൻ ചെയ്യുക. അതിൻ്റെ ഇടയിലുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ടുള്ള എൻട്രി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ
750 600 ഇടയിലുള്ള ഈ 150 പോയിൻ്റാണ് നോ ട്രേഡ് സോണായിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് വയ്ക്കേണ്ടത്. ഇവിടുന്ന് ഇതിൻ്റെ ഇടയിൽ എൻട്രി പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ഷോർട്ടായിട്ടുള്ള പ്രോഫിറ്റിന് വേണ്ടി മാത്രം എൻട്രി എടുക്കാൻ ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം. കഴിഞ്ഞ വീഡിയോ 22-ാം തീയതി റിലീസ് ചെയ്ത വീഡിയോ കണ്ടിരിക്കുന്നത് 1263 പേരാണ്. ഈ ചാനൽ ഇതുവരെയായിട്ട് 9260 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 31 കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. മൻസൂർ അലി NT, താങ്ക് യു വെരി മച്ച്. അലിക്കോയ, പ്രീ മാർക്കറ്റ് അനാലിസിസ് പതിവായി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ശ്രമിക്കും. എക്സലൻറ്റ് അനാലിസിസ്, താങ്ക് യു വെരി മച്ച്. കൃഷ്ണകുമാർ MK ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ട്രാവലർ മലയാളം, താങ്ക് യു വെരി മച്ച്. രാജു നായർ, ഭയങ്കരം തന്നെ, എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? രാജു നായർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. എന്തായാലും ഭയങ്കരം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് മീനിങ്ങിലാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും ഞാൻ പറഞ്ഞതിനിട്ടിട്ട് പറഞ്ഞതായിരിക്കും. എന്തായാലും നോ ഇഷ്യൂസ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. യൂസഫ് കാവിൽ, താങ്ക് യു വെരി മച്ച്. സരിക സത്യൻ, വെയിറ്റിംഗ് ഫോർ പ്രീ മാർക്കറ്റ് സെഷൻ. തീർച്ചയായിട്ടും ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഡാറ്റ രാവിലെ ഇപ്പോൾ വൈകുന്നേരം ചെയ്യുന്നത് പോലെ രാവിലെ എഴുന്നേറ്റിരുന്ന് ഡാറ്റയൊക്കെ ടൈപ്പ് ചെയ്തുണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഓട്ടോമേഷന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. എല്ലാ ഡാറ്റയും എവിടെ ഓട്ടോമാറ്റിക്കായി ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ന്യൂസ് കാര്യങ്ങളൊക്കെ എന്തായാലും എഴുതുക തന്നെ വേണ്ടി വരും. പക്ഷേ ഡാറ്റയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കാൻ സാധിക്കണം. എന്തായാലും ബാക്കിയുള്ള കമൻസിലേക്ക് പോകണം. ബൈജു ജോസഫ്, താങ്ക് യു വെരി മച്ച്. യെസ്റ്റർഡേ ഐ ഗോട്ട് 100% profit in Nifty. Congratulations, brother. Thank you very much. Shajan P, thank you very much. And Rafi MKD, thank you very much. Vishnu Ayur, കോൾസ് കൊടുക്കുന്നുണ്ടോ? അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്കില്ല. സജിത് തമ്പുരു, താങ്ക് യു വെരി മച്ച്. അരുൺ കെ, ട്യൂസ്ഡേ നിഫ്റ്റി ഗ്യാപ് ഡൗൺ, ഓപ്പൺ അറ്റ്ലീസ്റ്റ് 70 points ഡൗൺ. ട്യൂസ്ഡേ നല്ല ഗ്യാപ് ഡൗൺ. ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നില്ലേ നിഫ്റ്റി? സെൻസെക്സ് ഞാൻ വിട്ടുപോയി, മറന്നുപോയി, എൻ്റെ മനസ്സിൽ പോയി സംഭവങ്ങൾ, ഡാറ്റ. ഓക്കെ, എന്തായാലും സംഭവിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ജയചന്ദ്രൻ, മൈ ഹോൾ ഫണ്ട് ട്രാപ്ഡ് ഇൻ സ്വിംഗ് ട്രേഡിംഗ് വിത്ത് വെയിറ്റിംഗ് ഫോർ റിക്കവറി, ലോസ് അബവ് 1.5 lakhs. ഓക്കെ, അപ്പം അത്യാവശ്യം വലിയൊരു ക്യാപിറ്റലിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതിന് സ്വിംഗ് ട്രേഡിലായാലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലോസ് ബുക്ക് ചെയ്യുക എന്നുള്ളത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. അല്ലെങ്കിൽ അതിനെ ആവറേജ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ ഈ ഉണങ്ങിപ്പോകുന്ന മരത്തിന് വെള്ളം ഒഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഉണങ്ങിപ്പോകാനുള്ള മരം നമുക്ക് കണ്ടാൽ ഏകദേശം അറിയാമല്ലോ, ഇത് ഉണങ്ങിപ്പോകും, ഇവിടെ വളരില്ല എന്ന് നമുക്ക് ബോധ്യം വരുന്ന നിമിഷത്തിൽ അതിന് വെള്ളവും കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം, അതിനെ ഉണങ്ങാൻ വിടുക. ഓക്കെ, പക്ഷേ ചിലതുണ്ടാവും, ചെറിയൊരു വാട്ടം വന്നിട്ട് ഉണ്ടാവുള്ളൂ. വെള്ളം കിട്ടാത്തതുകൊണ്ട് വാടിയ ചെടികൾ ഉണ്ടാവും. അതിന് വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ പൂർവാധിക ശക്തിയിൽ അത് വളർന്നു വരും. അങ്ങനെ ഉള്ളതിനാണ് നമ്മൾ വെള്ളവും കൊടുക്കേണ്ടത്. അപ്പോൾ ആവറേജ് ചെയ്യുന്ന സ്റ്റോക്കുകളും ഒന്ന് കൺഫേം ചെയ്യണം. അത് ഫർദർ ഫോൾ ഉണ്ടാവില്ല, അവിടെ വെച്ച് തിരിച്ചു വരും എന്ന ഒരു കൺഫർമേഷൻ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. എങ്കിൽ മാത്രമേ ആവറേജ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ഫണ്ടും കൂടി അതിനകത്ത് കുടുങ്ങിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പറ്റുന്നത് നമുക്ക് അഫോർഡബിൾ ആയ ഒരു ലോസ് കാണുമ്പോൾ അവിടെ വെച്ച് ബുക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാ ഫോളും കഴിഞ്ഞ് ഒരു യൂട്ടേൺ അടിച്ച് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് വീണ്ടും ആ വണ്ടി കയറുക. ഓൾറൈറ്റ്, ദെൻ മഹീസ് ട്രാവൽ ബ്ലോഗ്സ്, സർ യെസ്റ്റർഡേ മൈ മെസ്സേജിൽ മിസ്റ്റേക്ക് വന്നിരുന്നു, സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് സർ. ഐ എം നോട്ട് മച്ച് എഡ്യൂക്കേറ്റഡ്, പ്ലീസ് സപ്പോർട്ട് മീ ഓൾസോ. പക്ഷേ നല്ല ലാംഗ്വേജാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. എഡ്യൂക്കേഷനിലൊന്നും ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ വലിയൊരു സംഭവമാണ്. നമ്മൾ അക്കാദമിക് ലെവൽ ഒരു ജോലിയുടെ കാര്യമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് എഡ്യൂക്കേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ട്രേഡിങ്ങിൽ എഡ്യൂക്കേഷൻ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ എത്ര നല്ല കച്ചവടക്കാരനാണോ, അതിന് ഒരു 2ാം ക്ലാസ് പഠിച്ച ആളും കണക്ക് കൂട്ടാൻ അറിയുമെങ്കിൽ അയാൾക്ക് നല്ല കച്ചവടക്കാരനാവും. അതിനിപ്പം CA പഠിച്ച ആളും ചിലപ്പോൾ നല്ല ട്രേഡർ ആകണമെന്നില്ല, പക്ഷേ അയാൾ കണക്കുകളിലും അഗ്രഗണ്യനായിരിക്കും, പക്ഷേ അയാൾക്ക് നല്ലൊരു ട്രേഡർ ആവണമെന്നില്ല. സോ കച്ചവടത്തിന് ഇത് ബിസിനസ്സിന് ഇതൊരു മാനദണ്ഡമല്ല എഡ്യൂക്കേഷൻ, പക്ഷേ എഡ്യൂക്കേഷൻ ഉള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ദെൻ ശ്രീരാംദാസ്, സർ മാർക്കറ്റ് അവധി 2-3 ദിവസം മുൻപ് തന്നെ സൂചിപ്പിച്ചാൽ സ്മോൾ ഓപ്ഷൻ ട്രേഡേഴ്സിന് ട്രേഡ് എടുക്കുമ്പോൾ അത് സഹായകമായിരിക്കും. ഈ വെള്ളിയാഴ്ച സാധാരണ പോലെ അല്ലാതെ മൂവ്മെൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായില്ല, പിന്നെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ കണ്ടപ്പോഴാണ് അറിഞ്ഞു. സോ നേരത്തെ 2 ദിവസം മുൻപ് അറിയുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെ ഒരു കാര്യം ശ്രീരാംദാസ്, ഞാൻ ഈ മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ച തന്നെ നമുക്കൊരു ഒരു ഹോളിഡേ ഉണ്ടായിരുന്നു, ഒരു ഫ്രൈഡേയിൽ. ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഈ മാസം നമുക്ക് 3 ഹോളിഡേയ്സ് വരുന്നുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഈ ഒരു 5-6 ദിവസം മുമ്പാണ് ആ ഒരു ഹോളിഡേ ഉണ്ടായത്.
അപ്പോൾ അന്ന് ഞാൻ എല്ലാവരോടും സൂചിപ്പിച്ചിരുന്നു, ഒന്ന് എല്ലാ ദിവസവും വീഡിയോ കംപ്ലീറ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടും. ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒരു സ്ഥലത്ത് മാത്രം കൊണ്ടുപോയി അല്ല പറയാം. എനിക്ക് എവിടെയാണ് എൻ്റെ മനസ്സിലേക്ക് അത് വരുന്നത് ആ സമയത്താണ് ഞാൻ പറയുക. സോ ഈ റിപ്പോർട്ട് കാണുന്നവർ കംപ്ലീറ്റ് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നാളെ നിഫ്റ്റിയുടെ റീജിഗാണ്. സോ അത് ഓർത്തിരിക്കുക. അതിനകത്ത് ശ്രീറാം ഫിനാൻസ് കയറി വരും, DLF ഇറങ്ങിപ്പോകും. അത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം മാർക്കറ്റിലൊരു ഇൻഫ്ലോ ഉണ്ടാവും, ക്യാഷ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വരുമാനം കൂടുതലുണ്ടാകും എന്ന് തോന്നുന്നു. സോ അതൊക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ 28-ാം തീയതിയോ അതിൻ്റെ പിറ്റേ ദിവസമോ കാണാൻ സാധിക്കും. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.